ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. ആറ്റൂർ ആരഫ സ്കൂളിൽ ആവേശകരമായി നടന്നുവന്ന കലോത്സവത്തിന് കൊടിയിറങ്ങി. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വൻ ജനപങ്കാളിത്തത്തോടെ നടന്നുവന്ന സമാപന സമ്മേളനം മുൻ MP PK ബിജു ഉദ്ഘാടനം ചെയ്തു. ആറ്റൂർ ആരഫ സ്കൂളിൽ 2 ദിവസങ്ങളിലായി അരങ്ങേറിയ കലോത്സവത്തിന് ആവേശകരമായ സമാപ്തി. വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ കാണാൻ രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനപങ്കാളിത്തമാണ് കലോത്സവ നഗരിയിൽ അനുഭവപ്പെട്ടത്. കൊച്ചുകുട്ടികളുമായി എത്തിയ രക്ഷിതാക്കളടക്കം ഉത്സവ പ്രതീതിയോടെയാണ് പരിപാടികൾ ആസ്വദിച്ചത്. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം മുൻ ആലത്തൂർ MP PK ബിജു ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വേണ്ടത് ലോകവുമായി മത്സരിക്കാനുള്ള വിദ്യാഭ്യാസ ശേഷിയുള്ളവരാക്കി മാറ്റണം. അതിന് അക്കാഡമിക് പഠനം മാത്രം പോരാ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചെയർമാൻ തന്നെ പറഞ്ഞത്, കായിക ഭൂപടത്തിൽ പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തിയ പേരാണ് ആറ്റൂർ അരഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളെന്ന്. ഫുട്ബോളിൽ തുടർച്ചയായി അരഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനാണ് 1ാം സ്ഥാനത്തെത്താൻ സാധിക്കുന്നത്. വിവിധ സ്പോർട്സ് ഇവന്റുകളിൽ നമുക്ക് മുന്നിലെത്താൻ സാധിക്കുന്നു. അതോടൊപ്പം കലാമത്സരങ്ങളിൽ മികവ് തെളിയിക്കുന്ന പ്രതിഭകളെ വാർത്തെടുക്കുന്ന പ്രവർത്തനവും അരഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് കേവലം അക്കാദമിക് നോളജ് മാത്രമല്ല, ഒരു വ്യക്തിത്വ വികസനം കൂടിയാണ്. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതാണ്. ആ വ്യക്തിയുടെ ജീവിതാവസാനം. ചടങ്ങിൽ അറഫ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ലളിതമായ രീതിയിൽ 30-40 കുട്ടികളുമായി ചെറുതുരുത്തിയിലെ വാടക കെട്ടിടത്തിൽ നിന്നും തുടങ്ങി ഇന്ന് ഈ അറഫയിൽ ക്യാമ്പസിൽ BEd കോളേജ് അടക്കമുള്ള സംവിധാനങ്ങളുമായുള്ള നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷിതാക്കളുടെ അഥവാ കുട്ടികളുടെ, ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഇവിടുത്തെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാവരുടെയും ഒത്തൊരുമിച്ച സഹകരണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി K ഹംസ മുഖ്യപ്രഭാഷണം നടത്തി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുഹിയുദ്ദീൻ, നാരായണൻകുട്ടി, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ട്രഷറർ അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി സുലൈമാൻ, PRO റഷീദ് ഫൈസി, PTA പ്രസിഡന്റ് സമീന രജീഷ്, സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ, പ്രധാന അധ്യാപിക രമ തുടങ്ങിയവരും നിരവധി അധ്യാപകരും വിദ്യാർത്ഥികളും സമാപന ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക് CCV.